To semester 3 complementary electronics for a BSc main physics students. Complementary electronics semester 3. Today we are seeing problems of differential amplifier. Problems of differential amplifier we see today. The first problem. In the last class we have studied one problem, the theory part, and also one problem, and we continue the problems today. അപ്പോൾ ഇത് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ പ്രോബ്ലമാണ്. നമ്മുടെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിനകത്തുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ പ്രോബ്ലം തുടരുകയാണ്. ദിസ് എ ക്വസ്റ്റ്യൻ. ഇൻ ദി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഷോൺ ബിലോ, വോൾട്ടേജ് ഗെയിൻ ഓഫ് ഈച്ച് സ്റ്റേജ് ഇസ് 200, VI1 is 30 millivolt, VI2 is 20 millivolt. Find the voltages between T3 and ground. Number 2, T4 and ground. Number 3, T3 and T4. What are the polarities of output terminals T3 and T4? ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, രണ്ട് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. VI1, V1 V2 എന്ന് പറയാം, അല്ലെങ്കിൽ VI1 VI2 എന്ന് പറയും. ഇൻപുട്ട് ആയതുകൊണ്ടാണ് ഐ ചേർക്കുന്നത്. VI1 VI2 അല്ലെങ്കിൽ V1 V2 എന്ന് പറഞ്ഞാൽ മതി. ഫൈൻഡ് ദി വോൾട്ടേജസ്, വോൾട്ടേജ് ബിറ്റ്വീൻ T3 ആൻഡ് ഗ്രൗണ്ട്. T3 ഗ്രൗണ്ടും തമ്മിലുള്ള വോൾട്ടേജ് കാരണം, T4 ഗ്രൗണ്ടും തമ്മിലുള്ള വോൾട്ടേജ് കാരണം, T3യും T4 രണ്ട് ഔട്ട്പുട്ട് ടെർമിനലാണ്. T3യും T4ഉം അവ തമ്മിലുള്ള വോൾട്ടേജ് കാരണം. What are the polarities of the output terminals T3 and T4? T3 and T4ൻ്റെയും ഔട്ട്പുട്ട് ടെർമിനലാണ് T3യും T4ഉം. അവിടെയുള്ള പൊളാരിറ്റി കാരണം ഔട്ട്പുട്ടിൻ്റെ പൊളാരിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് സർക്യൂട്ട്. നമ്മൾ സാധാരണ വരയ്ക്കുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയറാണ്. രണ്ട് ഫേസ് ടു ഫേസ് ഇരിക്കുന്ന രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് Q1 Q2, ഒരു കോമൺ ടെയിൽ, അവിടെ 1 മില്ലി ആംപിയർ കറണ്ട്. അപ്പോൾ I1 I2 ഹാഫാണ് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ കളക്ടർ ലോഡ് RC1 RC2 R1 R2 10K വീതമാണ്. 3-4 ടെർമിനലാണ് T3 T4 എന്ന് പറയുന്നത്. T4 ഇവിടെ 3-4 ചെയ്തിട്ടുണ്ട്, അത് T3 T4 ആണ്. 1 and 2 ഉണ്ട്. ഈ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ലെഫ്റ്റിൽ ടെർമിനൽ 1, സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ റൈറ്റിൽ ടെർമിനൽ 2. ബേസിലാണ് ടെർമിനൽ 1 and 2 ഇൻപുട്ട് ടെർമിനൽ എടുക്കുന്നത്. സോ വി സ്റ്റാർട്ട് ദി ആൻസർ. നമ്പർ 1, അറ്റ് T3 ടെർമിനൽ, അതായത് ഒന്നാമത്തെ ഔട്ട്പുട്ട് ടെർമിനൽ. ആ T3 ടെർമിനൽ A1 is equal to ഒരു വോൾട്ടേജ് VO3 by VI1, അല്ലെങ്കിൽ VO3 എന്ന് പറയണമെന്നില്ല, രണ്ട് ഔട്ട്പുട്ടാണല്ലോ. അപ്പോൾ ഇത് ത്രീയിലെ ഔട്ട്പുട്ടിനെ VO1 എന്ന് പറയാം. VO1 ആ ടെർമിനൽ 3യിലെ VO3 എന്ന് പറയേണ്ട VO1 എന്ന് മതി. VO1 by VI1, ഒന്നാമത്തെ ഔട്ട്പുട്ട് ബൈ ഒന്നാമത്തെ ഇൻപുട്ട്. ദാറ്റ് ഈസ്, ഇവിടെ ഗെയിൻ തന്നിരിക്കുന്നത് ക്വസ്റ്റിനകത്തുണ്ട് 200 is equal to VO1 by 30. So VO1 ടെർമിനൽ 3 വോൾട്ടേജ്, that is 200 into 30, that is 6000 millivolt, that is 6 volt. മില്ലി വോൾട്ടിനെ വോൾട്ടായി കൺവേർട്ട് ചെയ്യണം. 1000 കൊണ്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദിസ് ഈസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് ടെർമിനൽ T3. ഇത് നമുക്ക് T4 കണ്ടുപിടിക്കാം. അറ്റ് T4 ടെർമിനൽ VO4 ഈസ് ആക്ച്വലി VO2 സെക്കൻഡ് ഔട്ട്പുട്ടാണ്. ദാറ്റ് ഈസ് A2 into VI2, that is 200 into 20, 4000 millivolt, 4 volt. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഔട്ട്പുട്ട് 6 വോൾട്ടും രണ്ടാമത്തെ 4 വോൾട്ടും കിട്ടി. ഇനി ഔട്ട്പുട്ട് ബിറ്റ്വീൻ T3 and T4, ഔട്ട്പുട്ട് ബിറ്റ്വീൻ T3 and T4 അത് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ടാണ്. ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ആകുമ്പോൾ നമ്മൾ ഇൻപുട്ട് ഡിഫറൻസ് ആയിട്ട് കൊടുക്കണം, ഇൻപുട്ട് ഡിഫറൻസ് ആയിട്ട്. സോ VO ഈസ് A into VI1 minus VI2, that is A is equal to that is
ആ ഈ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമ്മൾ ടോട്ടൽ ഗെയിൻ വേണം എടുക്കാനായിട്ട്. ഓരോ സെക്ഷനും ഉണ്ടാക്കുന്ന ഗെയിൻ A1 A2 എന്നുള്ളത് 200 ആണ്. അപ്പോൾ ഇവിടെ ഡബിൾ എടുക്കണം. സോ ആസ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ദ ടോട്ടൽ ഗെയിൻ ഈസ് 2 into 200 400. So that we substitute in the above equation, we get VO is equal to 400 into VI1 minus VI2. VI1 is 30, VI2 is 20 millivolt. So we get 400 into 10 millivolt, that is 4000 millivolt, 4 volt. That is differential output is 4 volt. So you remember, VO1 is the first output, VO1 എന്ന് പറയാം. അവിടെ VO3 നേരിട്ടുണ്ട്, സാറില്ല, VO1 എന്ന് ചെയ്യാം. ഫസ്റ്റ് ഔട്ട്പുട്ട് VO1 6 വോൾട്ട് ആണ്, സെക്കൻഡ് ഔട്ട്പുട്ട് 4 വോൾട്ട് ആണ്, ഡിഫറൻഷ്യൽ ഔട്ട്പുട്ടും 4 വോൾട്ട് ആണ് എന്ന് ഓർക്കുക. ഇനി പൊളാരിറ്റീസ് ഓഫ് T3 and T4. Given VI1 greater than VI2, ഒന്ന് നമുക്ക് തന്നത് 30, മറ്റത് 20 ആണല്ലോ. അപ്പോൾ VI1 greater than VI2. അപ്പോൾ അത് ഈ ഫേസ് റിവേഴ്സലോട് തിരിച്ച് പറയാം. നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് പറയുമ്പോൾ തിരിച്ച് പറയണം. VO3 is VO4, VO3 is VO4, അല്ലെങ്കിൽ അവിടെ കിട്ടിയത് അങ്ങനെയാണല്ലോ. ഈ ഫേസ് റിവേഴ്സലുള്ളത് കൊണ്ട് VO3 is VO4, ദാറ്റ് ഈസ് -6 വോൾട്ട് ലെസ് ദാൻ -4 വോൾട്ട്, -6 വോൾട്ട് ലെസ് ദാൻ -4, നെഗറ്റീവ് വോൾട്ടായിട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. സിൻസ് T4 is set at a higher potential, -4 വോൾട്ട് ഹയർ ആണ്, ഓർക്കണം. -4 -6 ഹയർ ആണ്. സിൻസ് T4 is at a higher potential, that is -4 volt, T4 will be positive with respect to T3. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ ഇപ്പോൾ -1 വോൾട്ട് ആണെങ്കിലും അത് ഹയർ വാല്യൂ ആയതുകൊണ്ട് അതിനെ മറ്റേ അപേക്ഷിച്ച് പോസിറ്റീവ് ആണെന്ന് പറയാം. ഇവിടെ ഈ T4 വോൾട്ടേജ് -4 വോൾട്ട് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പിന്നെ മറ്റതിനേക്കാൾ കൂടുതലായതുകൊണ്ട് -6 കൂടുതലായതുകൊണ്ട് ഈ ടെർമിനൽ T4 ഒരു ഹയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു T3 എന്ന് പറയാം. അതാണ് പൊളാരിറ്റി കൺസിഡറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അതായത് നമ്മൾ പഠിച്ച ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ചിത്രം വരയ്ക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എക്സാമിനേഷൻ ക്വസ്റ്റ്യനാണ്. ഡ്രോ എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ with RC1 is equal to RC2 is equal to 10K, VCC is equal to 12 volt, VCE VEE താഴത്തത് -10 volt, VO1 is 1 millivolt, VO2 is 2 millivolt, RE is equal to 6K. ഇത് The output is taken between the two collectors C2 and C1 of the transistors Q2 and Q1. Indicate the inverting and non-inverting terminals. Find IE, IE1, IE2, IE. അവസാനത്തെ IE ആണ് കേട്ടോ, IE and IC2. കാൽക്കുലേറ്റ് IC1 ആണ്. IE, IE1, IE2, IC1. ഫൈൻഡ് IE എന്ന് പറഞ്ഞാൽ IE1 പ്ലസ് IE2 ആണല്ലോ. ഫൈൻഡ് IE, IE1, IE2, IC1 and IC2. Calculate R using the relation R is 25/IE. Find the differential gain and output. ഇത്രയും ചോദ്യങ്ങളുണ്ട്. പൊതുവെ വായിക്കാം. Draw the neat examination question. Draw the neat circuit diagram of a differential amplifier with RC1 equal to RC2 is 10K, VCC is 12 volt, VEE -10 volt, VB1 ആണ് കേട്ടോ, VB1. അപ്പോൾ അത് VI1 എന്ന് പറയും, ഫസ്റ്റ് ഇൻപുട്ടാണ്. ദാറ്റ് ഈസ് 1 millivolt, VI2 is 2 millivolt, RE is 6K,
The output is taken between collectors C2 and C1 of the transistors Q2 and Q1. Indicate the inverting and non-inverting terminals. Find IE1, IE, IE1, IE2, IC1 and IC2. Calculate RA using the relation. RA is 25 by IE. Find the differential gain and output. അപ്പോൾ ഇത്രയുള്ള ഇതാണ് എൻ്റെ ആൻസർ. ഫസ്റ്റ് പാർട്ട് ആൻസർ. ഈ സർക്യൂട്ട് അങ്ങോട്ട് വരച്ച് ആ വാല്യൂസ് എല്ലാം യഥാക്രമം എഴുതുക. യു ഡ്രോ ദി സർക്യൂട്ട് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആൻഡ് റൈറ്റ് ദ റെസ്പെക്റ്റീവ് വാല്യൂസ്. You see VCC 12 volt we have marked. RC1 is RC2 10K each. VB1 that is VI1 1 millivolt, VI2 2 millivolt. Terminals 3 and 4 are marked. IE total IE is 2 mA. Therefore IE1 is 1 mA. IE2 is also 1 mA. RE is also shown in the figure. VEE at the bottom minus 12 volt. ടെർമിനൽ 1 ഈസ് ദ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഈ ടെർമിനൽ 1-നെ നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയും. അത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുമ്പോഴാണ് അതൊക്കെ കൂടുതൽ പറയുന്നത്. ടെർമിനൽ 2-നെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയും. 2 ഇൻപുട്ട് ടെർമിനലാണ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ ഉള്ളത്. ഒന്നാമത്തേനെ നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്നും രണ്ടാമത്തെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയും. ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയാൻ കാരണം അവിടെ കൊടുക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ആകുമ്പോൾ ഫേസ് റിവേഴ്സൽ ഉണ്ടാവും. സോ ടോട്ടൽ കറണ്ട് I is equal to VEE by RE. ദാറ്റ് ഈസ് 10/5 ആണ് കേട്ടോ. 10/5 ആണ്. നമ്മൾ 6 എന്ന് വായിച്ചത്. താഴെയുള്ള RE 5 ആണ് കേട്ടോ. എഴുത്തിലുള്ള വ്യത്യാസമാണ് അങ്ങനെ തോന്നിയത്. അല്ല 12/6 ആണ്. സോറി 6 തന്നെയാണ്. 6 തന്നെയാണ്. മുകളിൽ 12 ആണല്ലോ. 12/6 അപ്പോൾ 2 mA കറക്റ്റ് വാല്യൂ കിട്ടും. IE1 is IE2 അതിൻ്റെ പകുതി വെച്ചെടുക്കണം. 1 mA. ടോട്ടൽ IE ആണ് 2 mA കിട്ടുന്നത്. അപ്പോൾ ഓരോ ട്രാൻസിസ്റ്ററിൻ്റെയും എമിറ്റർ കറണ്ട് IE1 IE2 എന്നുള്ളത് 1 mA ആയിട്ട് മാറും. പിന്നെ IC1 ഈസ് നിയർലി ഈക്വൽ ടു IE1 1 mA. IC2 is also therefore 1 mA. Then comes IC1 equal IC2, not IC, RE1. The AC emitter resistance. RE1 is equal to RE2 is 25 IE1, 25 by IE1. IE1 is 1 mA, 25 by 1, that is 25 ohm, 0.025 K. We express in K ohm. Differential gain is given by the equation VU is equal to A into VI1 minus VI2. ഇത് ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗെയിൻ അറിയാമല്ലോ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഇപ്പോൾ VO ബൈ VI. ഇപ്പോൾ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻപുട്ടിൻ്റെയും ഡിഫറൻസ് എടുക്കണം. VI1 മൈനസ് VI2 എടുക്കണം. ഇപ്പോൾ A എന്ന് പറഞ്ഞാൽ VO ബൈ VI1 മൈനസ് VI2 ആണ്. ഡിഫറൻസ് എടുക്കണം. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന് താഴെ ഇരിക്കുന്ന ഇക്വേഷനാണ് ഗെയിൻ്റെ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഗെയിൻ്റെ ഇക്വേഷനാണ്. VO ബൈ VI1 മൈനസ് VI2. ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ 2 ഗെയിനുണ്ട്. ഒന്നിനെ ഡിഫറൻഷ്യൽ ഗെയിൻ, അത് AD എന്ന് പറയും. ആ AD ആണ് ഇവിടെ A എന്ന് പറയുന്നത്. പിന്നെ ഒരു കോമൺ മോഡ് ഗെയിൻ ഉണ്ട്. ആ കോമൺ മോഡ് ഗെയിൻ നമുക്ക് പഠിക്കാനില്ലാത്തതാണ്, പക്ഷേ അത് വെച്ച് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പ്രോബ്ലം ഞാൻ അത് വെച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഗെയിൻ എന്താണ്? കോമൺ മോഡ് ഗെയിൻ. ഒന്നാമത്തെ ഗെയിൻ എന്താണ്? ഡിഫറൻഷ്യൽ ഗെയിൻ. ഡിഫറൻഷ്യൽ ഗെയിനെ AD എന്നും കോമൺ മോഡ് ഗെയിനെ AC അല്ലെങ്കിൽ ACM എന്നും പറയും. ഇവിടെ ഡിഫറൻഷ്യൽ ഗെയിനാണ് ആദ്യം എഴുതുന്നത്. നമ്മൾ എയുടെ കൂടെ ഒരു D കൂടി ചേർത്ത് AD എന്ന് എഴുതാറുണ്ട്. ഡിഫറൻഷ്യൽ ഗെയിൻ സ്മോൾ d ചെയ്തിട്ട്. അത് ഒരു പ്രോബ്ലം നമ്മൾ ടെസ്റ്റിനകത്ത് ഇല്ലാത്തത് പുറത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കത് മനസ്സിലാക്കാം. ഈ എന്താണ് രണ്ട് തരം ഗെയിൻ, വാട്ട് ആർ ഡിഫറൻഷ്യൽ ഗെയിൻ ആൻഡ് കോമൺ മോഡ് ഗെയിൻ, ദാറ്റ് വി ക്യാൻ സീ ഇൻ ദി പ്രോബ്ലം ഗിവൺ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ്. Given VI1 is 1 milliampere, millivolt, VI2 is also 1 millivolt. VI2 is 2 millivolt. അപ്പോൾ അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിലേ ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ.
Therefore, VI1 minus VI2 is 1 minus 2 is minus 1 millivolt. We can take as 1 millivolt numerically for calculation purpose. A1 is equal to R1 by RE1, നമ്മുടെ യൂഷ്വൽ ആംപ്ലിഫയർ ഫോർമുല. That is RC1 by RE1. 10 by RC1 is 10. 10 by 0.025. That is 400. A2 is also 400. Total is 400 plus 400, 800. Therefore, differential gain is 800. Therefore, VO is A into VI1 minus VI2. That is 800 into 1, 800 millivolt. That is the differential output, VO. Next problem, അതൊരു സൈൻ വേവ് തന്ന ഉള്ള ഒരു പ്രോബ്ലമാണ്. In an experimental setup, we find that at the input of the amplifier, V1 and V2 ആണ്. V2 and V1 ആണ് കേട്ടോ. V2 is equal to 0.5 sin 2 pi into 50t plus 0.02 sin 200t. And V1 V2 and V1 VI1 മറ്റത് VI2 എന്ന് പറയുന്ന പോലെ V2 and V1 താഴത്തത് V1 ആണ് കേട്ടോ. is equal to 0.5 sin 2 pi into 650t. The differential gain is 20. The differential gain is 20 and the CMRR നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, ഇതുവരെ പഠിച്ചിട്ടില്ല, ഇത് പറയുന്നതാണ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഇൻ യുവർ ടെക്സ്റ്റ്. ആൻഡ് CMRRൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്നാണ്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഈ 60 dB ഡിബിയിലാണ് തന്നിരിക്കുന്നത്. വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് സിഗ്നൽ അസ്യൂം സൂട്ടബിൾ അപ്രോക്സിമേഷൻ. അപ്പോൾ സൂട്ടബിൾ അപ്രോക്സിമേഷൻ എടുത്തുകൊണ്ട് ഔട്ട്പുട്ട് സിഗ്നൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഡി ബി ഒക്കെ നമ്മൾ യൂണിറ്റ് 3 പഠിച്ചതുകൊണ്ട് അത് ഇവിടെ ഉപയോഗിക്കാൻ പ്രയാസമില്ല. ഡിഫറൻഷ്യൽ ഗെയിൻ A is VO by VI1 minus VI2. ദാറ്റ് ഈസ് VO by, നമുക്ക് എഴുത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി VI1 മൈനസ് VI2നെ V1 മൈനസ് V2 എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം V1 എഴുതി മൈനസ് ഇട്ട് V2 കൊടുത്തിരിക്കുകയാണ്. ഒരു ടൈം വെട്ടിപ്പോയിട്ട് നമുക്ക് താഴെ കിട്ടുന്നത് A is equal to VO by 0.02 sin 200t എന്ന് കിട്ടും. മറ്റേ ടൈം വെട്ടിപ്പോവും. 200 അല്ല, അത് കിട്ടുന്നത് ഒരു പൈയുടെ കാൽക്കുലേഷൻ ഉണ്ടല്ലോ. 100 πt ആണ് ആദ്യത്തത്, പിന്നെ ഉള്ളത് 100 πt ആണ്, അവസാനത്തത് 200t. അത് മാത്രമേ വരുള്ളൂ. ആ 200t വരും, മറ്റത് വെട്ടിപ്പോവും. അപ്പോൾ A is equal to VO by minus 0.02 sin 200t എന്നുള്ള വാല്യൂ ആണ് താഴെ നമുക്ക് ഇൻപുട്ടായിട്ട് വരുന്നത്, ഡിഫറൻഷ്യൽ ഇൻപുട്ടായിട്ട് വരുന്നത്. ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. Therefore, VO cross multiply. VO is equal to minus 200 into 0.02 into sin 200t. That is minus 4 sin 200t. ഇത് നമ്മൾ അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ്. അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ sin 200tക്ക് വരാവുന്നൊരു മാക്സിമം വാല്യൂ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുക, അല്ലാതെ നമ്മൾ 0 എന്നോ ഹാഫ് എന്നോ അപ്രോക്സിമേറ്റ് ചെയ്യുന്നില്ല. sin 200tയെ നമ്മൾ 1 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യും, അങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് sin 200t is 1 as an approximation, we get VO is equal to minus 4 into 1, minus 4 volt. Therefore, differential output is minus 4 volt. Answer. അടുത്ത പ്രോബ്ലം. അപ്പോൾ അടുത്ത പ്രോബ്ലമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ടെസ്റ്റിനകത്ത് ഇല്ലാത്തതും എന്നാൽ നമുക്ക് ചോദിച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അത് ഒരേ പ്രോബ്ലം തന്നെ
ഒരു ഇൻറ്ററപ്ഷൻ വന്നതാണ്. നമുക്ക് തുടരാം. അപ്പോൾ ഈ പ്രോബ്ലം ഞാൻ ഒരേ ടൈപ്പ് പ്രോബ്ലം 2 പ്രാവശ്യം 2 വ്യത്യസ്ത വാല്യൂവിൽ ചെയ്യുകയാണ്. ഒരു വാല്യൂ മാത്രമേ സൗകര്യത്തിന് വേണ്ടി ഞാൻ മാറ്റുന്നുള്ളൂ. നോക്കി, ഇതാണ് പ്രോബ്ലം. ഡിറ്റർമിൻ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ആൻ ഓപ്പ് ആംപ് ഫോർ ഇൻപുട്ട് വോൾട്ടേജസ് V1 ഈസ് 120 microvolt and V2 is 80 microvolt. The op-amp is differential amplifier. The op-amp has a differential mode gain AD is 10⁻³ and CMRR and full form ഞാൻ പറഞ്ഞല്ലോ, common mode rejection ratio. Common mode rejection ratio CMRR is 100. ഇതാണ് ചോദ്യം. CMRR 100 ആണ് കേട്ടോ. പിന്നെ ഡിഫറൻഷ്യൽ ഗെയിൻ 10⁻³ ആണ്. ഇപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കുകയാണ്? ഡിറ്റർമിൻ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഓഫ് ആൻ ഓപ്പ്-ആംപ്. ഓപ്പ്-ആംപ് ഈസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഈ CMRRൻ്റെ ഡെഫിനിഷൻ ഒന്ന് പറയുകയാണ്. ഒരു ഓപ്പ്-ആമ്പിന്, ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് 2 ഗെയിനുണ്ട്. ഒന്ന് ഡിഫറൻഷ്യൽ ഗെയിൻ, രണ്ടാമത് കോമൺ മോഡ് ഗെയിൻ. ഡിഫറൻഷ്യൽ ഗെയിനിനെ നമ്മൾ AD എന്ന് പറയും, കോമൺ മോഡ് ഗെയിനെ AC എന്ന് പറയും. We write a differential gain as AD and a common mode gain as AC. A differential amplifier, which is op-amp, has 2 gains, AD and AC. AD is called differential gain, AC is called common mode gain. The ratio AD by AC, that is called CMRR, common mode rejection ratio. And that time you have to by heart, and it can be asked as a separate question. Define CMRR of a differential amplifier or define CMRR of an op-amp. അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. ദ CMRR, common mode rejection ratio, is given by AD by AC. AD is a differential gain and AC is a common mode gain. That we write as, what is AD? AD is differential output by differential input. That is VO differential by VI differential. ഇതാണ് ADയുടെ ഡെഫിനിഷൻ. AC എന്താണ്? കോമൺ മോഡ് ഗെയിൻ. കോമൺ മോഡ് ഗെയിൻ AC എന്താണ്? അത് VOCM by VICM. CM മീൻസ് കോമൺ മോഡ്, AC മീൻസ് കോമൺ മോഡ് ഗെയിൻ എന്നാണ് കേട്ടോ. AC എന്നോ ACM എന്നോ എഴുതാം. ഒരുപാട് സിമ്പിൾ എഴുതിയാൽ നമുക്ക് താമസമാണ്. അതുകൊണ്ടാണ് AC എന്ന് കൊടുക്കണം. ഇപ്പുറത്ത് VOCM എന്ന് തന്നെ കൊടുക്കണം. VOCM by VICM. ഇപ്പോൾ VO എന്തായിരിക്കും? ഇപ്പോൾ രണ്ട് ഗെയിനുണ്ട്. AD ഉണ്ട്, അപ്പോൾ അവിടെ ഒരു VOD വരും. AC ഉണ്ട്, അവിടെ ഒരു VOCM വരും. അപ്പോൾ ആകെ ഔട്ട്പുട്ട് എന്താണ്? VOCM plus VOD. The common mode output by plus a differential output, that is the total output. Total output voltage VO is equal to VOCM plus VO differential. VO common mode plus VO differential. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാണ്, തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ചെയ്യാണ്. അപ്പോൾ ആദ്യം AD കണ്ടുപിടിക്കണം. ADയിൽ നിന്ന് VOD കാണുകയാണ്. AD is VOD by VID. AD is 10⁻³ തന്നിട്ടുണ്ട്. സോ VOD is equal to AD into VID. AD is 10⁻³. പിന്നെ എന്താണ് VID? VID എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇൻപുട്ടാണ്. VID ഡിഫറൻഷ്യൽ ഇൻപുട്ടാണ്. ഡിഫറൻഷ്യൽ ഇൻപുട്ട് അത് VI1 മൈനസ് VI2 ചേഞ്ച് ആയിട്ട് എടുക്കണം. ഡിഫറൻഷ്യൽ ഇൻപുട്ടാണ്, അത് ചേഞ്ച് ആയിട്ട് എടുക്കണം. ഇപ്പോൾ VID is V1 മൈനസ് V2. തന്നിരിക്കുന്നത് നമുക്ക് 120യും 80ആണ്. കുറക്കുമ്പോൾ ക്വസ്റ്റിനകത്ത് 128 ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. അവിടെ 128 മൈക്രോ വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസാണ് ഇവിടെ എടുക്കേണ്ടത്. അതാണ് എടുക്കുന്നത്. നോക്കിയാൽ സൈഡ് നോക്കുക, റൈറ്റ് സൈഡ് നോക്കുക. 120 മൈനസ് 80 അത് മൈക്രോ വോൾട്ടാണ്. മൈക്രോ വോൾട്ടിനെ നമുക്ക് വോൾട്ടാക്കാൻ 10⁻⁻6. ഇപ്പോൾ 40 × 10⁻⁻6 അത് മില്ലി ആക്കുമ്പോൾ 40 × 10⁻³ എന്ന് എഴുതും. ആ വാല്യൂ കൊടുക്കുക. പുട്ട് ദ വാല്യൂ ഹിയർ. VO ഡിഫറൻഷ്യൽ ഈസ് ഈക്വൽ ടു AD ഇൻറ്റു VID 10⁻³ ഇൻറ്റു 40 × 10⁻³ 40 millivolt. That is the first part of the answer. Second part, CMRR 100 ആണല്ലോ. ബട്ട് CMRR is AD by AC, differential gain by
common mode gain. So what is AC? AC is AD by CMRR. AD is 10^3 given in the question, and CMRR is also given in the question 100. That is 10. Therefore, AC is equal to VOCM by VACM. We can write as VOCM is equal to AC into VACM. എന്താണ് VACM? കോമൺ മോഡ് ഇൻപുട്ട് എന്താണ്? രണ്ട് ഇൻപുട്ടിൻ്റെയും ശരാശരിയാണ്. രണ്ട് ഇൻപുട്ടിന് ദ ആവറേജ് ഓഫ് ദി ടു ഇൻപുട്ട് ഈസ് കോൾഡ് കോമൺ മോഡ് ഇൻപുട്ട്. ദ ആവറേജ് ഓഫ് ദി ടു ഇൻപുട്ട്സ് ഈസ് കോൾഡ് കോമൺ മോഡ് ഇൻപുട്ട്. സോ VICM ഈസ് VI1 plus VI2 by 2. VI1 plus VI2 by 2. That is 120 plus 80 by 2. That is 100 microvolt. That is 100 into 10 raised to 3 millivolt. That is 0.1 millivolt. 0.1 millivolt. That we put here, we get 1 millivolt. So total output is VO. V is equal to VOCM plus VO differential. VOCM plus VO differential. 1 plus 41 millivolt. അപ്പം അതിൻ്റെ സംശയം മാറാനായിട്ട് ഞാൻ ഇത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. ഈ പ്രോബ്ലം അതേ പ്രോബ്ലം തന്നെ ഞാൻ വീണ്ടും പകർത്തിയാണ്. ആ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ വ്യത്യാസപ്പെടുത്തിയിട്ട്. Determine the output voltage of an op-amp for input voltages of V1 is 120 microvolt and V2 is 80 microvolt. The op-amp has a differential mode gain AD is 10^3 and CMRR is 10^5. അപ്പോൾ നേരത്തെ CMRR 100 ആയിരുന്നു, ഇവിടെ CMRR 10^5 എന്നുള്ള വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം സെയിം പ്രോബ്ലം. The same problem is repeated for your better understanding. So look here, common mode. അപ്പോൾ ആദ്യ പാർട്ട് നമ്മൾ ആ 40 വോൾട്ട് വില കിട്ടുന്ന പാർട്ടിന് ഒരു വ്യത്യാസമില്ല. നോക്കുക, CMRR common mode rejection ratio AD by AC, that is AD is VOD by VID, VOD by VID. And AC is equal to VOCM by VICM. Total output of VO is VOCM plus VO differential. Detailed calculation. First part മാറ്റില്ലല്ലോ. CMRR is 10^5 AD by AC. 10^5 AC is AD by 10^5. That is 10^3 by 10^5 10^-2.01. AC is VOCM by VICM. Therefore, VOCM is equal to AC into VICM 0.01 into 0.1, 0.001 millivolt. VO is equal to VOCM plus VOD. That is 0.001 plus 40. That is 40.001. ആ 40 കിട്ടിയ കാൽക്കുലേഷൻ ഞാൻ ഇവിടെ ഒഴിവാക്കിയിരിക്കുകയാണ്. അത് നേരത്തെയുള്ള പ്രോബ്ലത്തിൽ ഉള്ളതങ്ങ് റിപ്പീറ്റ് ചെയ്താൽ മതി. ആ 40 കിട്ടിയ കാൽക്കുലേഷൻ ആ 100 വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തൊട്ട് മുകളിലത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഈ VO ഡിഫറൻഷ്യൽ ഒരു 40 വോൾട്ട് കണ്ടിരുന്നു. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഇവിടെ ഈ പുതിയ CMRR വെച്ചിട്ട് നമ്മൾ VOCM കണ്ടുപിടിക്കുകയാണ്. അത് 0.001 കിട്ടുകയാണ്. അങ്ങനെ 40 പ്ലസ് 0.001 40.001. അപ്പോൾ ഇതാണ് ഈ 10^100 CMRR ആയിരുന്നപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 40.1. 10^5 CMRR ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 40.001 millivolt. ഈ വ്യത്യാസം വരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പാർട്ട് ഇവിടെ നോക്കി, ഈ 40 കിട്ടുന്ന പാർട്ട് ആ ഒരു സ്ലൈഡ് അവിടെ ചേർക്കാമായിരുന്നു. ആ സ്ലൈഡ് മിസ്സിങ് ആണ്. ഈ സ്ലൈഡ് കേട്ടോ, താഴത്തെ പ്രോബ്ലത്തിൽ ഈ
ഡീറ്റെയിൽഡ് ആൻസറിൻ്റെ കൂടെ ഈ 40 കിട്ടുന്ന ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ CMRR 100 ഇരിക്കുന്നത് ആ സ്ലൈഡ് ഇവിടെ ചേർക്കാവുന്നതാണ്. ആ 40 കിട്ടുന്ന സ്ലൈഡ് ഇവിടെ ഇതിന് താഴെ ഈ സ്ലൈഡിന് താഴെ ചേർക്കണം. എന്നിട്ട് ഈ CMRR 10⁵ വെച്ച് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ആൻസറിലെ വ്യത്യാസം നോക്കുക, 40.001. അപ്പോൾ 2 പ്രോബ്ലം ഒരേ ടൈപ്പ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ CMRR 100 വെച്ച് ചെയ്യും. അപ്പോൾ 41. അപ്പോൾ 40 കിട്ടുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, 40 കിട്ടുന്ന സ്റ്റെപ്പ് ഈ സ്ലൈഡിൽ അവസാനത്തെ പ്രോബ്ലത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല. അത് കൊടുക്കേണ്ടതായിരുന്നു. നിങ്ങൾ പകർത്തിയാൽ മതി. എവിടെ പകർത്തുമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ആ സ്ലൈഡ് പകർത്തേണ്ടത് ഇവിടെ ഇതിന് താഴെ വേണം, ഈ സ്ലൈഡിന് താഴെ വേണം പകർത്താൻ. That is solved with your 53rd class. This unit is over. We started with the unit 3 and finished all units. With this, the paper is over. Thank you very much.